പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ചൊവ്വാഴ്ച ഫെബ്രുവരി 18 ഏറ്റു പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കവാടം. ഇപ്പം നമ്മൾ അമ്മയെക്കുറിച്ച് പറയത്തില്ലേ, ഗേറ്റ് ഓഫ് ഹെവൻ, മോക്ഷ കവാടം. ഇപ്പം അനുഗ്രഹത്തിൻ്റെ കവാടമാണ് അമ്മ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇവിടുത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നിങ്ങളെ പരീക്ഷ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ ഈ സമയത്തൊന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്ന്. പറ്റുന്നവരെ അവർ ഇന്ന് ഈ സമയത്ത് ചിലപ്പോൾ 4 മണിക്ക് വരെ ഇരുന്ന് പഠിച്ചിട്ട് ഉറങ്ങിയവർ വിളിച്ചെഴുന്നേൽപ്പിക്കരുത്. അതങ്ങ് ഉറങ്ങട്ടെ. പക്ഷേ ഇന്നലെ രാത്രി 11 മണിക്കൊക്കെ ഉറങ്ങിയവരെ ഇന്ന് ഈ സമയത്ത് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ പ്രാർത്ഥനയുടെ കൂടെ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു പരീക്ഷാ പ്രാർത്ഥന കിട്ടും. നിങ്ങളെന്തിനാ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അനുവദിക്കുന്ന കുഞ്ഞുങ്ങൾ, ചില കുഞ്ഞുങ്ങൾക്ക് ആരും തലേ കൈവയ്ക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട്. അവരെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യരുത്. അത് കാര്യം നിങ്ങളുടെ പ്രാർത്ഥന അവരുത് കാരണം നിങ്ങളുടെ പ്രാർത്ഥന പോകും. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ അവിടുത്തെ രീതി അനുസരിച്ച് ചെയ്യുക. തലേ കൈവയ്ക്കുന്ന അമ്മമാർ കുഞ്ഞുങ്ങളുടെ തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ പ്രാർത്ഥന ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ വിശ്വാസമാണ് ചൊല്ലിക്കൊണ്ടിരിക്കണം. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ, SLCക്ക് എഴുതുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഓർക്കുന്നു കർത്താവേ. അവരെല്ലാം നീ ആശീർവദിക്കണം. ഭയമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് കർത്താവേ, പഠിച്ചിട്ട് കയറാത്തത് ഇനി എന്താണോ വരാൻ പോണത്, എന്തൊക്കെ ഡിപ്രഷൻ അടിച്ചെങ്കിൽ മക്കളുണ്ട് ഈശോയെ.
ആത്മാവിൻ്റെയും ശരീരത്തിന് വൈദ്യമായ യേശു ക്രിസ്തുവേ, വൈദ്യശാസ്ത്ര ഇഞ്ചനെ സൂചിക്കും മരുന്നിനും കടന്നില്ലാത്ത മനുഷ്യംശര ഗാത്രങ്ങളിലേക്ക്, അവസാദ രോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ രക്തം പടരട്ടെ. എൻ്റെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അവസാദ രോഗങ്ങൾ മാറിപ്പോവുകയും നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യുത്സാഹ പ്രസരിപ്പിനാൽ കർത്താവ് നിന്നെ പുതുതായിട്ട് അഭിഷേകം ചെയ്യട്ടെ എന്ന് 92-ാം സങ്കീർത്തനത്തിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, പുതിയ അഭിഷേകം മക്കൾക്ക് നൽകണമേ. ഭയം മാറുന്ന അഭിഷേകം, ഉത്കണ്ഠ മാറുന്ന അഭിഷേകം, ധൈര്യം നിറയുന്ന അഭിഷേകം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അഭിഷേകത്താൽ ശക്തി പ്രാപിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His spirit of wisdom, what you may study able to remember, read exam and qualify with thy grade. In the name of Jesus Christ pray. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. പഠിക്കുന്ന നിങ്ങളുടെ പുസ്തകങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതുന്ന ആൻസർ ബുക്കിനെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ പെൻസില്, സ്റ്റഡി യുട്ടൻഷ്യൽസ് എന്ന് പറയുന്ന പഠന ഉപകരണങ്ങൾ എല്ലാം ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ കരങ്ങൾ നിങ്ങളുടെ ഓരോ പേജുകളെ ആശീർവദിക്കട്ടെ. കർത്താവ് ക്വസ്റ്റ്യൻ തുറക്കുമ്പോൾ തന്നെ കർത്താവെ, നീ മക്കളുടെ ഓർമ്മശക്തിയെ നീ അഭിഷേകം ചെയ്യണം. ആ ഓർമ്മശക്തിയാൽ പെട്ടെന്ന് അവർക്ക് ആൻസർ മനസ്സിലാക്കാനും ആവശ്യമായത് മാത്രം എഴുതാനും ആവശ്യമില്ലാത്ത എഴുതി സമയം കളയാതിരിക്കാനും കർത്താവ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണം. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അപ്പച്ചന്മാരെ ആശീർവദിക്കുന്നു. കർത്താവ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തല്ലിപ്പൊട്ടിച്ച് മുന്നേറാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പച്ചന്മാരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. പറമ്പ് വിൽക്കാൻ നടക്കുന്നവർ, കേസിന് നടക്കുന്നവർ, മറ്റുള്ളവർ നെഗോസിയേഷൻ നടക്കുന്നവർ, ക്രയവിക്രയത്തിന് പോകുന്നവർ, കടകമ്പോളം നടത്തുന്നവർ, ജോലി ചെയ്യുന്നവർ, അവർക്ക് അവരുടെ ഡ്യൂട്ടി തീരാതെ വിഷമിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ കർത്താവെ പലതരത്തിലുള്ള ഡ്യൂട്ടി ചെയ്തതിൻ്റെ പേരിൽ കേസിൽ കിടക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ വേറെ പല കാര്യങ്ങളിലും കർത്താവ് കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, പെസ്റ്റീഷനിലായിരിക്കുന്നവർ, കർത്താവ് പലതരത്തിൽ വിസ്താരങ്ങളിരിക്കുന്നവർ, അവർക്ക് ആരുമില്ല കർത്താവ്. ഈശോയെ പല കേസിൽ പിടിക്കപ്പെട്ടവരുണ്ട് ഈശോയെ. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം, ചിലപ്പോൾ എന്തായാലും ശരി കർത്താവ്, അവർക്കൊരു അവസരം നൽകണമേ. അവരതിൽ നിന്ന് രക്ഷപ്പെട്ട ഇനി ഒരിക്കലും ആ പഴയ വഴിയെ പോകത്തില്ല ഈശോയെ. അവരുടെ കരുണ കാണിക്കണം പ്രാർത്ഥിക്കുന്നു. കോടതി വഴിയിൽ അവർക്ക് വിടുതൽ നൽകണം, പോലീസ് വഴി അവർക്ക് വിടുതൽ നൽകണം, നല്ല വിധികളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ കോടതിയിൽ അമ്മയെ പരിശുദ്ധമേ നീ പ്രവേശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി അഡ്വക്കേറ്റായിട്ട് അമ്മയെ നീ അവർക്ക് വേണ്ടി വാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജഡ്ജിൽ പരിശുദ്ധാത്മ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സത്യത്തിന് പറ്റുന്നൊരു നീതിക്ക് നിരക്കുന്ന വലിയ വിധി ഉണ്ടാകുകയും ജനങ്ങളിൽ നിന്ന് സമാധാനപ്പെട്ട് ജീവിക്കാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഓരോരോ വിഷയങ്ങൾ, ഓരോരോ വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങൾ അടിസ്ഥിതമായ ജീവിതങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇരിക്കുന്നവരെ കർത്താവെ നീ അനുഗ്രഹിക്കണം. നീ ആ തീരുമാനങ്ങൾ അവർക്ക് അനുകൂലമായി മാറ്റിക്കൊണ്ട് അവർക്ക് ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ പുസ്തകങ്ങൾ, നിൻ്റെ പേനകൾ, നിൻ്റെ ഹോൾ ടിക്കറ്റുകൾ, നിൻ്റെ ആൻസർ ബുക്കുകൾ എല്ലാം കർത്താവ് വീണ്ടും വീണ്ടും ആശീർവദിക്കുകയും നിൻ്റെ ഇടനെഞ്ചിലുണ്ടാകുന്ന ഉൾഭീതികൾ കർത്താവ് ഉടച്ചു മാറ്റുകയും നിൻ്റെ കർത്താവ് സന്തോഷഭരിതമാക്കുകയും ചെയ്യട്ടെ. ലോർഡ് ഇൻ പീസ് സ്പിരിറ്റ് ഓഫ് പവർ, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ ഉദ്യമങ്ങൾ, നിൻ്റെ ഉദ്യോഗജനകമായ നിങ്ങളുടെ മുഹൂർത്തങ്ങൾ, മീറ്റിങ്ങുകൾ, തർക്കങ്ങൾ, വിതർക്കങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരികെ വരണ കാലം വൈകുന്നേരം രാത്രി ഉറങ്ങാൻ നേരം സമാധാനത്തിൽ ഉറങ്ങാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് മുഴുവനും കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ ഒരേ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒരേ പരാജയം തന്നെ ഓർത്തുകൊണ്ടിരിക്കുക, അതൊന്നും ദൈവഹിതമല്ല. പിന്നെ ഒരാൾ നമ്മളോട് ചെയ്ത ഒരു കൃതജ്ഞത അല്ലെങ്കിൽ നമ്മളോട് ചെയ്ത പ്രതികാരം, അതിനെ തന്നെ എപ്പോഴും ഓർത്തുകൊണ്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക, അവൾ അങ്ങനെ ചെയ്ത്, ഏത് പട്ടിക്ക് ഏത് പുളിച്ചും പൂക്കും, എൻ്റെ പുളിച്ചും പൂക്കും, ഏത് പട്ടിക്ക് ഒരു ദിവസം, ഇങ്ങനെ പേട്ട് ഡയലോഗുകളൊന്നും കാച്ചാതെ കർത്താവിൻ്റെ വചനങ്ങളിൽ കേൾക്കണം. എന്താണെന്നറിയാമോ? ഈശോ ഒരു വിഷയത്തിൽ തന്നെ ഒരു വിഷയത്തിൽ ഈശോ ഒരിക്കൽ വരുന്ന അതിനകത്ത് തമ്പടിച്ച് നിൽക്കാൻ പല ആൾക്കാരുടെയും പ്രശ്നം തമ്പടിയാണ്. ഒരാളോട് ഇഷ്യൂ ഉണ്ടായി, പിന്നെ വരണവരും പോകേണ്ടോടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ദൈവത്തിൽ വിട്ടേക്കണം, നമ്മൾ വേറെ വഴിക്ക് പോകണം. വചനം വേറെ വഴിക്ക് പോകുന്ന 2-3 വചനങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷമില്ലേ 2:12 വായിച്ചേ.
ഹെരോദസിന്റെ അടുത്തേക്ക് ഹെരോദസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന്. ഹെരോദസ് വില്ലനാണല്ല, ഇങ്ങനെ വില്ലത്തരമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരുടെ ചെന്ന് പണിമേടിക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാരെ നമ്മളെ കാത്തിരിക്കുക നമുക്ക് പണി തരാൻ. അപ്പം എന്ന് അവനെന്ത് പണികളെ കാരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ചെന്ന് പണി മേടിക്കും. ഒരാവശ്യമില്ല. നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഡിസ്റ്റർബൻസ് ഏരിയയെ ന്യൂട്രലായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഹെരോദസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ഒരു വഴി ഇങ്ങനെ മൊത്തം അടഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒരു ഉദ്യോഗം അങ്ങനെ പാഴായി എന്ന് തോന്നിക്കഴിഞ്ഞാലേ, അയ്യോ ഉദ്യോഗം പാഴായെന്ന് പറഞ്ഞ് വിഷമെടുത്ത് കഴിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ വെള്ളം അടിച്ചുകൊണ്ട് അതിനെ പിന്നെ വെള്ളം അടിക്കാറുണ്ടല്ലോ, അവർക്കുമാർക്കെല്ലാം എപ്പോഴും ഒരു കാരണങ്ങളുണ്ടാകും. എന്നിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി അവർ പറയും, അത് അന്നു മുതലാണ് എനിക്കിങ്ങനെയൊക്കെ തോന്നിയതെന്ന് പറയും. എന്നിട്ടും ഈ ഭാര്യ എന്ന് പറഞ്ഞ പെട്ട പെണ്ണ് അവർ പറയും, ഇച്ചായൻ ഇങ്ങനെയായിരുന്നു, ഇച്ചായൻ നല്ലതായിരുന്നു, ഇല്ല അന്നൊരു കാര്യം ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെയായിരുന്നു. ഒരു കഥയില്ല. അവളെ സപ്പോർട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു കഥയില്ല. നമ്മൾ ആ വിഷയം വിട്ടേക്കാം. ഈശോ പറയും, ഹെരോദസിൻ്റെ വിഷയം വിട്ട് അവർ മറ്റേ വഴിക്ക് പോയത്, അവർ വേറെ വഴിക്ക് പോയി. അത് തന്നെ ഈ നിങ്ങളെ മദ്യപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾ അതൊക്കെ വിട്ടേരെന്ന് പറയത്തില്ലേ, അതാണ് ഇപ്പോൾ ഈശോ പറയുന്നത്. അതായത് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ 9:56 ഇതുപോലെ ഒരു സൂചന ഉണ്ട്. സമരക്കാരോട് കെട്ടുവെച്ചാൽ യോഹന്നാനും യാക്കോബും മറ്റു പാർട്ടിയല്ല. ഇവർ തന്നെ അവരുടെ പേര് തന്നെ ബൊനാർഗസ് എന്നാ. ഇടിമുഴക്കം എവിടെ ചെന്നാലും ഇടിവിട്ട് പരിപാടിയായിരിക്കും. അപ്പോൾ യോഹന്നാനൊക്കെ അവസാനമാണ് മെച്ചമായത്. കർത്താവിൻ്റെ കറക്റ്റ് അവസാനത്തെ പ്രാർത്ഥനയില്ലേ, അതിലൂടെയാണ് യോഹന്നാൻ രക്ഷപ്പെട്ടത്. അവർ സത്യത്തെ വിശുദ്ധീകരിക്കാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അവർ സത്യത്തെ വിശുദ്ധീകരിക്കുക യോഹന്നാനൊക്കെ ഉദ്ദേശിച്ചാണ്. സത്യത്തെ വിശുദ്ധീകരിക്കാഞ്ഞൊരു കാര്യം അവർക്കുണ്ടായിരുന്നു. അവർ സമരക്കാരുമായിട്ട് പറഞ്ഞില്ലേ, ഞങ്ങൾ ഇടുത്തി വീണ് അവർ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടത്. സത്യത്തെ വചനം വിശുദ്ധീകരിക്കപ്പെടാത്തൊരു കാലമായിരുന്നു അവരുടെ. അതുകൊണ്ടാണ് ഈശോ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത്. അവർ സത്യത്തെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, അങ്ങനെ വചനമാണല്ലോ സത്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്ത് രസമാണെന്ന് ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ. എന്തൊരു നാഥൻ, എന്ത് അരുമ ശിഷ്യന്മാരോട് കാണിക്കുന്ന ദൈവതിരുസന്നിധിയിലുള്ള ഒരു മാധ്യസ്ഥമുണ്ടാകും, ഒരു വല്ലാത്ത മാധ്യസ്ഥമാണ്. ഇപ്പം ഞാൻ എന്താ പറയുന്നത് അറിയാമോ, ഈ സമരക്കാരായിട്ട് ഒരു കെട്ടുവെച്ചല്ല, അവരിവിടെ വന്ന് ഇടുത്തി വീഴാൻ വേണ്ടി വരപ്രസാദത്തിന് പ്രാർത്ഥിക്കുന്നത്. എന്ത് മനുഷ്യർ, കുരിശ് എടുത്തതിൻ്റെ കൂടെ വരാൻ പറഞ്ഞൊക്കെ അവർ മറന്നുപോയി. അപ്പോൾ അതൊക്കെ വീണ്ടും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ കുറിച്ചെടുക്കണം, കൂടെ വരണം. ഇപ്പം അതൊക്കെ മറന്നിട്ടാണ് ഇപ്പം നിങ്ങൾ ഇടുത്തി വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള ഡയലോഗ് ഹീസ് നോട്ട് റെഡി. കർത്താവ് റെഡിയല്ല. കർത്താവ് ആ വിഷയം എടുക്കണില്ല. അവർ വേറെ വഴിക്ക് പോയെന്ന് വായിച്ചത് 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ഈ യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചോണ്ടേ സമരക്കാരത്ത് നേരിട്ട് ചെന്ന് കാര്യം വിശേഷം തിരക്കാരല്ല പോയത്. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് ന്യൂട്രലായിട്ട് സ്കൂട്ടായി. എന്താ പറയുക, അതാണ് അങ്ങനെ ഒരു വിഷയം. അപ്പോൾ നമുക്കൊരു ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ തലയിൽ കയറ്റാതെ അടുത്ത നമ്മുടെ വഴി നോക്കി നമ്മൾ പോയേക്കണം, ഒഴിവാക്കി കളഞ്ഞേക്കണം. അതാണ് അതായത് ഒരു സ്ഥലത്ത് നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ യുദ്ധയാലുള്ളൊരു മലപ്രദേശത്ത് പോട്ടത് മതി, മലമുകളിലേക്ക് പോട്ടത് മതി, ദൈവത്തിലേക്ക് പോട്ടുന്നതിൻ്റെ അർത്ഥം ഈ മറ്റൊരു വഴി എപ്പോഴും ചെന്ന് എത്താൻ ദൈവത്തിലായിരിക്കണം കേട്ടോ. താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.